ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് AI. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അപ്പോൾ ഡെയിലി ലൈഫിൽ സ്ഥിരം കേൾക്കുന്ന വേർഡ്സാണ് AI മെഷീൻ, AI ടൂൾ, AI ക്യാമറ. അപ്പോൾ എന്താണ് ഈ AI ടെക്നോളജി? അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അതാണ് ഞാൻ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ AI നോക്കാം. ഡെയിലി കേൾക്കുന്നൊരു വേർഡാണല്ലോ. അപ്പോൾ സ്ക്രീൻ കാണുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് AIയുടെ ഫുൾ ഫോം. മലയാളത്തിൽ നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയും. ഈസ് ദ ടെക്നോളജി വിച്ച് മേക്സ് മെഷീൻസ് ടു പെർഫോം ടാസ്ക് ദാറ്റ് ടിപ്പിക്കലി റിക്വയർ ഹ്യൂമൻ ഇൻ്റലിജൻസ്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ്, ബുദ്ധി ഉപയോഗിച്ച് ആണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് ആണെങ്കിലോ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണ്, നമ്മൾ ഡെയിലി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം തന്നെ മനുഷ്യനെ പോലെ മെഷീന് ചെയ്യാൻ പ്രാപ്തരാക്കുക. അതാണ് ബേസിക്കലി AI എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി AI എങ്ങനെ ബിഹൈൻഡ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ നമ്മളെങ്ങനെ ഓരോ ആക്ടിവിറ്റിയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത്, നമുക്ക് മുന്നുണ്ടായ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഡാറ്റ അല്ലെങ്കിൽ മുന്നുണ്ടായ എക്സ്പീരിയൻസ് അതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്തനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെഷീനും ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ കുറേ അൽഗോരിതംസ് ഉണ്ടായിരിക്കും. നമ്മൾ കുറേ ഇൻപുട്ട് ഡാറ്റ കളക്ട് ചെയ്യും. ഈ മെഷീൻ എന്ത് ചെയ്യും, ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഓരോ പാറ്റേണിനനുസരിച്ച് അത് അടുത്ത പ്രെഡിക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യും, പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ ഈ ട്രെയിൻ ചെയ്യിക്കുന്നതിനനുസരിച്ചാണ് മെഷീൻ ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിനനുസരിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെ മെഷീനെ നമ്മൾ ചെയ്യാൻ കേപ്പബിൾ ആക്കിയെടുക്കുകയാണ്. അതാണ് ബാക്ക് എൻഡിൽ ശരിക്കും AI ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈ AI ഈസ് ഇമ്പോർട്ടൻറ്റ്, അതായത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യം അറിയിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രീനിൽ ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുകൂടാതെ കുറേ ആപ്ലിക്കേഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. നാവിഗേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം. ഇപ്പോൾ ഗൂഗിൾ മാപ്സ്, ട്രാഫിക് അനാലിസിസ്, ഇതിനെല്ലാം നമ്മൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ ആണെങ്കിൽ ഇപ്പോൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ, എന്തെങ്കിലും രോഗം കണ്ടെത്താൻ, അതിൻ്റെ സൊല്യൂഷൻ, ന്യൂ ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്യാൻ, അതിനൊക്കെ AI യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതായത് സസ്പീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി വരികയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ. പിന്നെ നമുക്കറിയാം കസ്റ്റമർ സർവീസ് ഇന്ന് വളരെ പോപ്പുലറായിട്ട് AI ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. നമ്മൾ സ്ഥിരം എന്തെങ്കിലും കസ്റ്റമർ സർവീസിലോട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ വെർച്വൽ ഏജൻസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. പിന്നെ ഇമേജ് ആൻഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ നമുക്കറിയാം സ്മാർട്ട് ഫോൺസിലും അല്ലെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റംസിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു ടെക്നോളജിയാണ്. ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള, നമ്മൾ സ്ഥിരം കാണുന്നതാണ് AI ജനറേറ്റഡ് വീഡിയോസ്, ഇമേജസ് എല്ലാം. അപ്പോൾ ആ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ് ജനറേറ്റീവ് AI. പിന്നെ ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ, അതായത് ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യേണ്ട, അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റോബോട്ടിക്സിനും മാനുഫാക്ചറിങ് ഫീൽഡിലൊക്കെ AI യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ അറിയാം, നമുക്കിന്ന് സ്റ്റുഡൻസിനൊക്കെ വളരെ ഈസിയാണ് കാര്യങ്ങൾ പഠിക്കാനും. എന്തുണ്ടെങ്കിലും നമുക്ക് AI ചാറ്റ് ബോട്ട്സിനോട്ട് കമാൻഡ് കൊടുത്ത് അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്ത് ഡാറ്റ കളക്ട് ചെയ്യാം, അതിനനുസരിച്ച് പഠിക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്ഷനിൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് സജഷൻ വരുമല്ലോ ഓരോ ആപ്ലിക്കേഷനിൽ. ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ മൂവി സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ മ്യൂസിക് ആപ്സ്, അവിടെയൊക്കെയാണ് ഈ ടെക്നോളജി യൂസ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ വെർച്വൽ അസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ഇതിലൊക്കെ AIയുടെ ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെർച്ച് എൻജിൻസ്, നമ്മളിപ്പോൾ ഇന്ന് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ AI യൂസ് ചെയ്തിട്ടാണ് അവർ ഫസ്റ്റ് നമുക്ക് റിസൾട്ട് ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. AI ടെക്നോളജി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് സൈബർ സെക്യൂരിറ്റി. ഇന്നത്തെ കാലത്ത് അറിയാം നമുക്ക് പലതരത്തിലുള്ള സൈബർ അറ്റാക്സ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് നമുക്ക് ഒരു സൊല്യൂഷൻ പോലെ AIയുടെ ഫീച്ചർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് AI ടൂൾസിൻ്റെ ലോഗോസാണ്. അതിൻ്റെ പേര് ഞാനിവിടെ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഏതിൻ്റെയൊക്കെയാണ് കറസ്പോണ്ടിങ് ലോഗോ എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ടിരിക്കട്ടെ. ഞാൻ പറയാം, ChatGPT ഉണ്ട്, ഇതിൽ ജാസ്പർ ഉണ്ട്, കോപൈലറ്റ് ഉണ്ട്, ജെമിനി ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ക്യാൻവ ഉണ്ട്. ഏതിൻ്റെ കറസ്പോണ്ടിങ് ലോഗോ ആണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കൂടാതെ ഞാൻ ChatGPT ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ മൊബൈലിൽ എങ്ങനെ ChatGPT ഇൻസ്റ്റാൾ ചെയ്യുക, അതിലെങ്ങനെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഡാറ്റ നമുക്ക് കാണാം,
അതൊക്കെ ഞാൻ ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ ഇടാം. എല്ലാം കൂടെ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതെന്ന് വെച്ചു. അപ്പോൾ എനിവേ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.